ഹായ്. യെസ്, ആസ് യൂഷ്വൽ ദ സ്ട്രാറ്റജി ഈസ് സ്ട്രൈറ്റ്. എൻ്റെ മക്കളെ പറയുക. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ നോക്കും 2 എന്നെ ടാഗ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റീച്ച് കിട്ടും. അപ്പോൾ ഈ 2 സാധനമാണ് സൂത്രമാണ് അവിടെ ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് അവൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്ന വീഡിയോ ആണ്. ഹെഡ്സെറ്റ് നിർബന്ധമായിട്ടും വെക്കുക. ചില സമയത്ത് എനിക്ക് എൻ്റെ കൺട്രോൾ പോകും, ഞാൻ വല്ലതും പറഞ്ഞു പോകും. കൊണ്ടോട്ടിയിലേക്കൊന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യർക്കൊക്കെ തന്നെ അറിയാം അഭിസാരികയായ ഈ സ്ത്രീയുടെ കളി എന്താണെന്ന്. 6 7 കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 6 7 കേസ് എല്ലാം തന്നെ അവളെ പിടിപ്പിച്ചു എന്നാണ്. എങ്ങനെ പിടിപ്പിച്ചു? അവളുടെ പൂളയ്ക്കകത്ത് ആരോ കൈയിട്ടു എന്നാണ് അവൾ സ്ഥിരമായിട്ട് പറയുന്നത്. ശരിയാണ്, നമ്മുടെ ഒന്നും അങ്ങനെ ആരും വരാറില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അഭിസാരികയെ പറ്റി ഞാൻ ഈ കൊണ്ടോട്ടി വരെ പെട്രോൾ അടിച്ചു പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പാട്ടായ ഒരു കാര്യമാണ്. പറഞ്ഞത് 2-3 പോയിന്റാണ്. ആ പോയിന്റ് ബൈ പോയിന്റ് ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, കൃഷ്ണനെ വരയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവള് പക്ക അഭിസാരികയാണെന്നുള്ള തെളിവാണ് ഞാൻ കൊണ്ടുവന്നിട്ടത്. സാമാന്യ ബോധമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പിന്നീട് അതിനകത്ത് സംസാരിക്കാൻ വരത്തില്ല. പക്ഷെ വീണ്ടും അതെടുത്ത് വെച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നത് കണ്ടു. ന്യായീകരണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ആ വ്യക്തി ആരാണെന്ന് അറിഞ്ഞെങ്കിൽ അവരത് പബ്ലിഷ് ചെയ്യത്തില്ലെന്ന്. ആ വ്യക്തി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഷെഫീന അത് പബ്ലിഷ് ചെയ്യും. എന്റെ ഇന്റൻഷൻ നീ എന്ന വ്യക്തിയെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിന്റെ സംസാരം അതിനകത്തുണ്ട്, അത് നീ സമ്മതിച്ചേ. ആ സംസാരത്തിൽ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത്. നിന്റെ കുളിസി എനിക്ക് കാണണം. അവൻ ഇനി ഏത് കൊടി കെട്ടിയവനായിരുന്നാലും ഷെഫീനക്ക് താഴത്തെ രോമമാണ്. അടിച്ച് അവന്റെ കാരണം ഷെഫീനെ പൊട്ടിച്ചിരിക്കും. ഇതേ സാധനം എന്നോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു നോക്ക്. എന്തായാലും ബോച്ചയ്ക്കില്ലാത്ത ആസ്തിയൊന്നും അവനിക്കില്ലല്ലോ. ബോച്ചയ്ക്ക് പോലും എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോക്കർത്തരം മറ്റു പെണ്ണുങ്ങളെ പറഞ്ഞാൽ പോലെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് ഞാൻ. പക്ഷെ നീ അർഹിക്കുന്ന സാധനമാണ് അവൻ ചോദിച്ചത്. നീ വളർത്തിക്കൊണ്ടുവരുന്ന നിന്റെ മക്കളെയും നീ ഇത് ചെയ്യും. നീ ആൺകൊച്ചാണെങ്കിൽ നീ ഉണ്ടമണിക്ക് വിടും, പെൺകൊച്ചാണെങ്കിൽ നീ കൂട്ടി കൊടുക്കും. ഇത് നിന്റെ സ്ഥിര പരിപാടിയാണ്. നീ ഇത്രയും ലൈറ്റായിട്ട് എടുക്കുന്ന നിന്റെ ഒപ്പമുള്ള നിന്റെ കുഞ്ഞുങ്ങളാണ് ഭയപ്പെടേണ്ടത്, ഞാനല്ല. നീ കൂട്ടിക്കൊടുപ്പുകാരിയാണ്. നിന്റെ മക്കളെയും കൂട്ടിക്കൊടുക്കും. നിനക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ നീ പിന്നെ നിന്റെ മക്കളെ കൂട്ടിക്കൊടുക്കുന്നുള്ള തെളിവാണ് നീ ആ പറഞ്ഞതിന്റെ സംഗതി. പിന്നെന്താ അമ്മച്ചി, കിളവി, ശരി എടി, ഞാൻ വയസ്സായത് തന്നെയാണ്. എനിക്ക് ഇത്തിരി നല്ല പ്രായമുണ്ട്. ഞാൻ വയസ്സായത് ആ കൂനി കൂടിയിരിക്കുന്നു, പന്നിരിക്കുന്നു. കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെയാണ്. നിന്റെ ഉമ്മച്ചിക്ക് ഇതുവരെയും പ്രായമായിട്ടില്ല. നിന്റെ ഉമ്മച്ചി ഇപ്പൊ പഞ്ചായത്തിൽ പോയി നല്ലപോലെ വിരിച്ചു വെച്ച് നാട്ടിലുള്ളവരെയൊക്കെ കയറ്റുന്നുണ്ട്. എന്തായാലും എനിക്ക് ആരോഗ്യമില്ല, ഞാൻ വയസ്സായത് തന്നെ. നിന്റെ ഉമ്മച്ചി ഇപ്പോഴും കളിക്കുക തന്നെയല്ലേ. കാലാനുസൃതമായ എല്ലാവർക്കും വരുന്ന മാറ്റങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്. പ്രായമൊക്കെ എല്ലാവർക്കും പറ്റും. നീയും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്. നീ തള്ളച്ചിയല്ല, നീ വളരെ ചെറുപ്പക്കാരി കുണുവാവ. നീ ഒരു കുഞ്ഞ് ആവ. അയ്യോ, കിണിച്ച് കണ്ട ആണുങ്ങളുടെ സാമാനം തൂങ്ങി നടക്കുന്ന നിനക്ക് അങ്ങനെ തോന്നും. ഏത്? ഞാൻ ഭയങ്കര കുണുവാവയാണ്. നിന്നെ കണ്ടാൽ പക്ക അഭിസാരികയാണെന്ന് ആരും പറയാതെ തന്നെ മനസ്സിലാക്കും. ഇനിയിപ്പോൾ അതിനൊരു കൊണ്ടോട്ടി വരെ തള്ളിക്കൊണ്ടുവന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കൂടെ ഇരിക്കുന്ന അലവലാതിയിലെടുക്കും. എടാ, നിയമവ്യവസ്ഥ എന്ത് ചെയ്യും? പൂച്ച പറിക്കുവോ പൂട പറിക്കുവോ എന്നുള്ളത് നീ ഒന്ന് ചെയ്തു നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും പൂട പറിക്കുവോ പൂച്ച പറിക്കുവോ എന്നുള്ളതൊക്കെ. നിന്റെ തള്ളയ നാട്ടുകാരിട്ട് പ്രോഗ്രാം ചെയ്യുന്ന കണക്ക് ഷെഫീനയുടെ തലയിലോട്ട് കയറാൻ വന്ന മോനെ ഞാൻ അണ്ടിയാപ്പീസ് വലിച്ചു പോയി തൂരങ്ങ് എറിയും. മനസ്സിലായ? ഇവിടെ അഞ്ചലൊരു വാണക്കുറ്റി ഇരിപ്പുണ്ട്, എന്നെ കൊണ്ട് ചാനൽ പൊക്കിയത്. അതേപോലെ ഒരു കളിയാണ് നീ കളിക്കുന്നത്. അവരുടെ ടീമാണ് നിന്റെ അടുത്തേക്ക് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അവൻ ഒളിച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ചെരുപ്പിന്റെ അടയാളം അവൻ്റെ മുഖത്തുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. കാര്യം പറയാൻ പറ്റത്തില്ല, കാരണം അത് കേസായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവായിട്ട് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്. തെളിവുകൾ വളരെ പ്രശ്നമാണ്, അതുകൊണ്ട് മിണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അവനെ ഒന്ന് രഹസ്യമായിട്ട് വിളിച്ചു ചോദിക്കും, ചെരുപ്പ് മുഖത്ത് പതിഞ്ഞിട്ടുണ്ടോ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നാണ്. നല്ല ഫസ്റ്റ് ക്ലാസ് അടി പറ്റിച്ചിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അതാണ് ശീലവും. അവൻ്റെ മടയെ കയറി അവനെ പൊട്ടിക്കുകയാണ് ശീലം. പിന്നെ ഇവിടെ കടന്ന് ഒരുത്തൻ യുദ്ധം പറയണം. നട്ടല് പൊട്ടിക്കിടക്കുന്ന ഒരു നാറിയം വെച്ചിട്ടാണ് നീ എന്നെ ആളാക്കുന്നത്. അവനെതിരെ ആൾറെഡി പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. തിരിച്ചു പറഞ്ഞാൽ ആ സാധനം കൊണ്ടുപോയി അതിനെ ക്രോസ് ചെയ്യും. അങ്ങനെ ഒരു കളിയുണ്ട്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വിശ്വാസം ഇല്ലാണ്ടല്ല. പിന്നെ നീ വെല്ലുവിളിച്ചത് പോലീസുകാരെയാണ്. അത് പോലീസുകാർ ഉത്തരം പറയണം. പ്രത്യേകിച്ച് കൊണ്ടോട്ടി പോലീസ് ഉത്തരം പറയണം. പെണ്ണുങ്ങളെ അങ്ങനെ എന്തും വിളിച്ചാൽ അങ്ങ് പുടുങ്ങുവോ പൂച്ചയോ എന്നുള്ളത്. നീ എത്രത്തോളം വാല്യൂ ഉള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കാൻ ആ ഒട്ടിയിരിക്കുന്ന ആ ബന്ധത്തിൽ തന്നെ തെളിവാണ്. മനസ്സിലായില്ലേ? ഒരു രീതിയിൽ രക്തബന്ധമാണ്, മറ്റേ ബന്ധമാണ്, മറിച്ച ബന്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലുള്ള നീ വായിച്ച കമന്റ്സിൽ തന്നെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിലുള്ള വാല്യൂ എന്തെന്ന് മനസ്സിലാകും. ഒരാളുടെ ടൈം ലൈൻ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് 4000 കമന്റ് ഉണ്ടെങ്കിൽ 3998 കമന്റും മോശമാണ്, 2 കമന്റ് നല്ലതാണെങ്കിൽ ആ 2 പേർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന മഹത് വ്യക്തിത്വങ്ങളായ നിങ്ങളെ നമിച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ?
പിന്നെ RSSന്റെ ഒരു രീതിയും സംഘികളുടെ ഒരു രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈന പ്രോഡക്റ്റ് പോലെയാണ് പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിലെ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം നാമധാരികളായ പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ചൈന പ്രോഡക്റ്റ് ആണ്. യൂസ് ആൻഡ് ത്രോ ആണ് അവരുടെ ഒരു വഴി. അത് തന്നെയാണ് നിന്റെ അടുത്തും കാണിക്കുന്നത്. നിന്റെ അടുത്ത് നീ അങ്ങനെ കാണിക്കാനും പറ്റുള്ളൂ. ഒരു പെണ്ണിനെ ഫോണിൽ വിളിച്ചിട്ട് കുളിസീൻ കാണാൻ പറ്റുമോ എന്ന് ഒരുത്തൻ ചോദിക്കുന്നത് വളരെ ലൈറ്റായി തമാശയാണ് എന്ന് അവൻ പറയുന്നിടത്ത് നീ പാവിരിച്ചു കൊടുക്കുന്ന നന്ദിയും നിന്നെ കൊണ്ട് നടന്ന് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു നന്ദിയും കൂടെ അതിനകത്തുണ്ട്. അതായത് നിന്റെ പ്രസന്റിൽ ഇപ്പോഴുള്ള പെമ്പ് അവനാണെന്നാണ് അവൻ പറയാതെ പറയുന്നത്. നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കൂട്ടിക്കൊടുപ്പുകാരനായ അവൻ ഇരുന്നുകൊണ്ട് കൊണയടിക്കുന്നതും കേട്ട് കിണിച്ച് ഇങ്ങോട്ട് തള്ളരുത്. നിന്റെ മോളെ ചെയ്യുന്നവനും നിന്റെ മോളെയും കൂട്ടി കൊടുക്കാൻ പറ്റിയ ഒരുത്തനാണ് ആ കൂടെ ഇരിക്കുന്നത്. മോനാണെങ്കിൽ മോനെയും കുണ്ടമണിക്ക് വിടാമല്ലോ. അപ്പോൾ കൊണ്ടോട്ടിക്കാർക്ക് നിന്റെ കാര്യം അറിയാം. ഞാൻ അവിടം വരെ വരണ്ട. ഫോൺ വിളിച്ച ആളുകൾ ആവശ്യത്തിൽ കൂടുതൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ആ ഒരു വൃത്തികേട് പറയാനല്ല എൻ്റെ ഈ ചാനലുള്ളത്. ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്. അത് കേൾക്കാൻ വരുന്നവരാണല്ലോ. ഇപ്പം ഇത് തന്നെ എനിക്ക് ഒരുപാട് വഴക്ക് കേൾക്കുന്ന കാര്യമാണ് ഈ വൃത്തികേടൊക്കെ പറയുന്നതുകൊണ്ട്. പിന്നെ തെറി, എൻ്റെ മക്കൾക്ക് അമ്മ കുറച്ച് ഹാഷായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയുന്ന പ്രിവിലേജാണ്. അല്ലാതെ നിന്നെ പോലെ രണ്ടും കെട്ട് ഇറങ്ങി നിന്ന് സ്വന്തം കള്ളത്തരങ്ങൾ വെളുപ്പിക്കാനായിട്ടുള്ള തെറിയല്ലല്ലോ. ഇതേപോലുള്ള അഭിസാരികൾക്ക് തെറി കൊടുക്കുന്നില്ലേ, അതിൽ എൻ്റെ കുട്ടികൾക്ക് അഭിമാനിക്കാം. പക്ഷെ നിന്റെ മക്കൾക്ക് പൊതുസമൂഹത്തിലെ വില അഭിസാരികയുടെ മക്കളെന്നാണ്. വാസവദത്ത് ഇരുന്നുകൊണ്ട് തായ്ത്താളം അടിക്കല്ലേടി. നിന്റെ മക്കളുടെ ഫോട്ടോ പൊതുസമൂഹം കണ്ടാൽ അവരെ എടുത്തു വെച്ച് ലേബലൈസ് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസവദത്തെയായ അഭിസാരികയായ ഒരു വൃത്തിഹീനമായ ഒരു ജന്തുവിന്റെ മക്കൾ എന്നുള്ള ലേബലാണ് അവർക്ക് കിട്ടുന്നത്. നാടുനീളെ നടന്ന് കവച്ചു കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ജന്തു. അതുപോലെ തന്നെ അയാളുടെ പെരുപ്പം പറയുന്നുണ്ട്. ഏത് പെരുപ്പപ്പെട്ടവനായാലും ഷെഫീനാക്ക് താഴത്തെ രോമം. അവനല്ല അവന്റെ അപ്പനെയും ഷെഫീന പറയും. കാരണം മോശമാണെങ്കിൽ അത് മോശം എന്ന് പറയാനുള്ള ധൈര്യം ഷെഫീനാക്കുണ്ട്. ഷെഫീന ആ സ്ട്രെയിറ്റ് ഫോർവേഡായി ജീവിക്കുന്നവളാണ്. 2 കല്യാണത്തിന്റെ കാര്യം നീ പറഞ്ഞ എല്ലാത്തിനും മറുപടിയുണ്ട്. 2 കല്യാണത്തിന്റെ കാര്യം. എൻ്റെ ഭർത്താവ് ഒരു കാരണവശാലും എക്സ് ഹസ്ബൻഡ് ഒരു കാരണവശാലും ഇതുപോലുള്ള അഭിസാരികളെടുത്ത് പോയതായിട്ട് എനിക്കറിയത്തില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു ശീലം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അദ്ദേഹം കുടുംബം കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അല്ലാതെ നീ എങ്ങനെ ഈ കാര്യം അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞാലേ നീ അറിയുള്ളൂ എന്നെ എന്തിനാണ് കളഞ്ഞതെന്ന്. അല്ല വേറെ ആരെങ്കിലും പറയുന്ന കാര്യമല്ലല്ലോ. അതാണ് അഡ്രസ്സ് പറഞ്ഞതെന്ന് നീ അവിടെ പോയി അന്വേഷിക്കാം. നിന്റെ അടുത്ത് അത് ആര് പറഞ്ഞെന്ന് വെറുതെ അങ്ങ് കളഞ്ഞെന്ന്. ഫസഹ് എന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഞാനാണ് ഉപേക്ഷിക്കുന്നത്, അല്ല അദ്ദേഹമല്ല. തലാഖല്ലടി, അത് നിന്റെ കെട്ടിയവൻ നിന്നെ ചെയ്തതാ. ഷെഫീന ചെയ്തത് ഫസഹാണ്. ഷെഫീനക്ക് ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാ പറഞ്ഞേ. 8 വർഷത്തോളം ആ മനുഷ്യൻ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. അപ്പൊ ആ ബന്ധത്തിന്റെ വാല്യൂ എന്താന്ന് അദ്ദേഹത്തിനും എനിക്കും അറിയാം. നീ കൊണയടിച്ചോണ്ട് വരണ്ട. കൂടെ വന്ന് പല കോപ്രായങ്ങളും പറയുന്ന കൊണകളും അവിടെയൊക്കെ പോയി നിന്നുകൊണ്ട് ഒരുപാട് കേസുകളും വഴക്കും കഴുത്തിൽ സുനായും ഒക്കെ ഇട്ടിട്ട് എൻ്റെ മാപ്പിള എന്നെ കുത്തിയെ വെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പേർക്ക് അങ്ങനെ ഒരു കേസില്ല. ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല. കൂടെ വെച്ചിട്ട് പറ്റിക്കാനും പോയിട്ടില്ല നിന്നെപ്പോലെ. ഇതേപോലെ ഭർത്താവ് ഗൾഫിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ നാറിയുടെ കൂടെ ഇങ്ങനെ കുഴഞ്ഞഴിഞ്ഞ് അപ്പവും വിറ്റ് ജീവിക്കുന്ന നിനക്ക് എന്ത് ഇതുണ്ടടി എന്നെ പറയാൻ? ഒരു ബോധം വേണ്ടായേ? എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിലല്ലേ ഇതുപോലെ ഒരു വൃത്തികെട്ട ജന്മം. അടുത്തെന്തുവായിരുന്നു? ആരെയൊക്കെ പറയുന്നുണ്ട്, ആരുടെയൊക്കെ കയറി പറയുന്നുണ്ട്. ഷെവീനയുടെ ബീവിയുടെ പേര് അങ്ങോട്ടിട്ട് ആ ടാഗ് ലൈൻ വെച്ചാൽ മാത്രമേ വ്യൂ കിട്ടുള്ളൂ. വ്യൂ കിട്ടാനുള്ള അടുത്ത സ്ട്രാറ്റജി കണ്ണനെ വെച്ച് കളിച്ചു നോക്കി. എവിടെ കണ്ണൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കണ്ണന്റെ ആൾക്കാർക്ക് പുല്ലുവില, പട്ടിവില. അടുത്തെന്താണ്? നാട്ടുകാരെ അത്ര ഊക്കിക്കൊണ്ട് കുറെ അധികം വീഡിയോ ചെയ്തു. എന്നെ എല്ലാവരും ബലാത്സംഗം ചെയ്തു, എന്നെ അവനും ബലാത്സംഗം ചെയ്തു, എന്നെ ഇവനും ബലാത്സംഗം ചെയ്തു, എന്നെ മറ്റവനും ബലാത്സംഗം ചെയ്തു, എന്നെ 8-9 പേര് ബലാത്സംഗം ചെയ്തു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ നാട്ടുകാർ ദിവസം ബലാത്സംഗം ചെയ്യുന്നവരെയാണ് അഭിസാരിക എന്ന പേരിടുന്നത്. അതായത് പടക്കം എന്ന് പറയും. നീ കൊണ്ടോട്ടിയിലെ പടക്കമാണ്. നീ കൊണ്ടോട്ടി പടക്കമായ നിനക്ക് ബാക്കിയുള്ളവരുടെ ജീവിതശൈലി കാണുമ്പം ഒരുമാരത്തെ ചൊറിച്ചിലൊക്കെ തോന്നും. മാത്രവുമല്ല, രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടക്ക കമ്പനി നടത്തുന്ന നിന്റെ കൂടെയുള്ള നിന്റെ മക്കളാ നീ പടക്ക കമ്പനി ചേർത്തോ. ഷെബീനയുടെ മക്കളുടെ നേരെ നീ നോക്കണ്ട, അത് നടക്കണ കേസല്ല. ഇനി അവ ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു. എടാ വെല്ലുവിളിയൊക്കെ നല്ലതാണ്, പക്ഷെ ആംബിയർ ഉണ്ടായിരിക്കണം ഷെബീന അങ്ങോട്ട് വന്ന് കയറുമ്പം. മനസ്സിലായ? അവള് വന്നിട്ട് ഈ പാവാട പൊക്കി തരുന്ന കണക്കല്ല ഷെബീന വരുന്നത്. ഷെബീന വന്നാൽ ചെവിക്കൽ അടിച്ചങ്ങ് നീട്ടൊരു കണ്ണി കൂടെ പൊന്നീച്ച പാറും. അമ്മാതിരി അട്ടി ഞാൻ അടിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ നിയമവ്യവസ്ഥ അതൊക്കെ സെക്കൻഡറി ഓപ്ഷനാണ്. അത് നീ കണ്ടിട്ടില്ലേ? മുമ്പൊരെണ്ണം നടന്നിട്ടുണ്ട്. ആദ്യം അട്ടിയാണ്, പിന്നെയാണ് കേസൊക്കെ. അടി നീ ആദ്യം എൻ്റെ നിന്ന് വാങ്ങിക്കും, പിന്നെ കേസും വരും. അത്രയേ ഉള്ളൂ. അത് ഏത് നാറി വായ്ത്താളം അടിച്ചാലും ചെവിന്നുള്ളിക്കൊള്ളുക. സമയമാകുമ്പോൾ ഷെഫീനെ തന്നിരിക്കുന്നല്ല 1ാം ക്ലാസ് അടി.
അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഇടാക്കത്തില്ല, ലൈവ് ഇടാക്കത്തില്ല, എല്ലാത്തിലും വന്നിട്ട് ഈ കമൻറ്റ് ചോദിക്കും. ഇതേ അവളവിടെ പറയണം, നിങ്ങൾ മറുപടി പറയും. ഇന്നലെ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ വീഡിയോ കാണാനേ പോകാറില്ല, താല്പര്യമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഒരാൾ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു മറുപടി പെട്ടെന്ന് തന്നെ ചെയ്തിടുന്നത്. ഈ സ്ത്രീ വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊണ്ടോട്ടിയിലെ പടക്കമാണ്, അറിയപ്പെടുന്ന പടക്കം. നടന്ന് പടക്ക കമ്പനി നടത്തുകയാണ്. അതുപോലെ തന്നെ അവളുടെ കൂടെ സംസാരിച്ചത് ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ പടക്ക കമ്പനിയുടെ കയ്യിൽ ഇതുപോലുള്ള കുറേ പണച്ചാക്കുകൾ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പടക്ക കമ്പനി ഒരു കാര്യം ചെയ്യണം, ഇടയ്ക്ക് അയാളെ ഒന്ന് വിളിക്കണം, വിളിച്ചിട്ട് ചോദിക്കണം, ചേട്ടാ ഷെഫീന ബീവി ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കണം. പടക്ക കമ്പനിക്ക് അയാൾ പറഞ്ഞുതരും ഷെഫീന ആരാണെന്ന്. മനസ്സിലായ? നീ അറിയുന്ന, നീ വെച്ച ബന്ധമല്ല അയാൾ ഞാനും തമ്മിലുള്ളത്. മനസ്സിലായില്ല? അവിടെ പെട്ട് കിടന്നപ്പം ഇറക്കാനായിട്ട് മെയിനായിട്ട് നിന്ന നമ്മളൊക്കെയാണ്. ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ എവിടെയെങ്കിലുമൊക്കെ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ തൂക്കി പുറത്താക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ ചരിത്രവും കമ്പനിയും കേസും ഒക്കെ ഷെഫീനക്ക് അറിയാം. അത് ഷെഫീനെ വെളിയിൽ കൊണ്ടുവരും, വെറുതെ ചൊറിയാൻ നിൽക്കേണ്ട എന്നുള്ളതാണ്. അത് അയാൾക്കറിയാം. നീ അയാളോടൊന്ന് പറഞ്ഞു നോക്കുക, അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവും. അത് കൂടുതൽ കൊണയം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. സംഘികളെ തൂക്കുന്ന ത്രാസ് വെച്ച് ഷെഫീനായെ തൂക്കാൻ വരണ്ട. ഇത് ഇനം വേറെയാണ്, ജനുസ് വേറെയാണ്. മാത്രവുമല്ല, നിന്നെ പോലൊരു പടക്കത്തിൻ്റെ കൂടെ അടികൂടി തീർക്കാനുള്ള സമയം എനിക്കില്ല. അപ്പോൾ പടക്ക കമ്പനി എന്താ ചെയ്യുക? സാരിയുമായിട്ട് നീ ജെട്ടിയിടാൻ സമയമില്ലെന്നറിയാം, കാരണം ഇവ എപ്പോഴും കൂടെയാണല്ലോ, 24 മണിക്കൂർ ഇത് തന്നെയാണല്ലോ. അപ്പം വിറ്റ് ജീവിക്കുന്ന മോളെ പോയി അത് വിൽക്കാനുള്ള പരിപാടി എന്തെങ്കിലും നോക്കി. ഇങ്ങനെ ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിച്ചാലൊന്നും വ്യൂ വരാൻ പോകുന്നു. ഷെഫീനയുടെ പേര് വയ്ക്കുമ്പോൾ കുറച്ച് കയറും, കാരണം എന്താണെന്ന് കൗതുകത്തിൽ ആളുകൾ വന്ന് നോക്കാനായിട്ട് വരും. അപ്പോൾ കൂടുതൽ വർത്തമാനമില്ല, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ല പോലെ വ്യഭിചരിച്ച് ജീവിച്ച ഒരു സ്ത്രീയെ നന്നാക്കാൻ പറഞ്ഞുകൊണ്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത്. നീ അത് നന്നാവുന്ന കേസല്ല, പടക്ക കമ്പനിയാണ്, അതിനകത്തൊന്നും പറയാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് വേറെ എന്തെങ്കിലും നീ പറഞ്ഞതുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടൊന്നും കണ്ടില്ല. ഈ കണ്ട കുറച്ച് ഭാഗം ക്ലിപ്പ് ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് വീഡിയോ ചെയ്തത്. സ്വാഭിമാന ബോധമുള്ള ഒരു സ്ത്രീയും ഭർത്താവ് ജീവിച്ചിരിക്കെ, ഭർത്താവിനോട് സ്നേഹമുള്ളപ്പോൾ വേറൊരുത്തൻ കുളിക്കുന്നത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെരുപ്പൂരി അടി കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഫോണ് കട്ട് ചെയ്യാനുള്ള മാനേഴ്സെങ്കിലും കാണിക്കും. അങ്ങ് കൊഞ്ഞി തകർക്കുകയാണ് അവൻ്റെ ഓടാൻ. കിണിച്ചങ്ങ് കൊണയാണ്. എന്തൊരു കൊണച്ചിലാണെന്നറിയാമോ? അത് ഒരു കൊണച്ചിൽ വർത്താനമാണ്, അതിനൊന്നും പറയാനില്ല. ഒരു 64 പല്ലങ്ങാണ്ടുണ്ട് വായിക്കാത്ത, അത് മൊത്തം വെപ്പുവാണെന്ന് പറയണം. 32 പേരുടെ വാക്കിയും കൂടെ കുത്തിക്കയറ്റി വെച്ചിട്ട്, വെപ്പ് പല്ലും കൂടെ വെച്ചിട്ട് അത് മുഴുക്കെ ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് ഒരു ബഹളമാ പെണ്ണുമ്പുള. അപ്പോൾ കുഞ്ഞാവ, കുണുവാവ, കൊച്ചപ്പി, കിളവിയാകാത്ത അമ്മച്ചിക്ക് മതിയാകുമെന്ന് വിചാരിക്കണം. പോരാങ്കിൽ തരാം. ഇപ്പൊ തൽക്കാലം ഇത്രയേ ഉള്ളൂ, സമയക്കുറവുണ്ട്. ശരി എന്നാ.